ഇങ്ങനെയൊക്കെ 2 മാസക്കാലം വലിയ ആ വർഷക്കാലം ആ ഋതു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ കാർമേഘമൊക്കെ മാറി നല്ല തെളിഞ്ഞു ആകാശം പെട്ടെന്ന്. ഇതൊന്നും നമ്മൾ ചെയ്യണമെന്നല്ല, ഭഗവാൻ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യുക. ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം, ആകാശത്ത് നിറച്ച് മേഘമുണ്ടാക്കാനോ മഴ പെയ്യിക്കാനോ ഇവിടെ ഇരുന്നാൽ നമുക്ക് പറ്റില്ല. ഇതൊക്കെ തന്നെ നടക്കുക. തന്നെ എങ്ങനെയാണ് നടക്കണത്? ഭഗവാനെ അംഗീകരിക്കാൻ ഒരു വിഷമമില്ല, തന്നെ ഒന്നും നടക്കില്ല, പിന്നിലൊരു പ്രവർത്തകൻ വേണം. ആ തത്വത്തെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ. ആ തത്വത്തെ നിങ്ങൾ ഭഗവാൻ എന്നോ ബ്രഹ്മെന്നോ ഈശ്വരനോ എന്ത് പേര് വേണി പറഞ്ഞോളൂ, ഒരേ തത്വം തന്നെയാണത് എന്ന് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ പ്രകൃതി നോക്കിയാലും നമുക്കെല്ലാം അതിൽ നിന്ന് അറിയാനായിട്ട് പറ്റുന്നു. അതൊക്കെ വർണ്ണിച്ചു. പിന്നെ നല്ല ശരൽക്കാലം വന്നു. അപ്പോഴാണ് വേണുഗാനം കൊണ്ടെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ദൂരേന്ന് കേൾക്കുക. എന്നിട്ട് പോലെ എല്ലാവർക്കും വലിയ സന്തോഷമായി. എത്ര സുന്ദര രൂപത്തിലാവും അവിടെ നിൽക്കുന്നുണ്ടാവുക. മാനുകൾ പോലും ആ ശബ്ദം കേട്ടപ്പോൾ, ആ രൂപം കണ്ടപ്പോൾ, പുല്ല് കടിച്ചിട്ടുള്ള പുല്ല് ചവയ്ക്കാൻ പോലെ നിന്നുകൊണ്ട് ആ സുന്ദര രൂപം നോക്കി നിൽക്കണില്ലേ. അക്ഷൺവതാം ഫലമിതം ന പരം വിദാമഹാം. കണ്ണെന്തിനുള്ളതാ? ഈ രൂപം കാണല, അതിൽ പരമായിട്ടൊന്നുമില്ല. മനസ്സുകൊണ്ട് ചിന്തിച്ചാണ് അവരത് പാടുന്നത്. അങ്ങനെയൊക്കെ വർണ്ണിക്കണം. എന്തിനാ വനത്തിൽ ഭഗവാൻ ഇങ്ങനെ നടക്കണത്? എല്ലാവരെയും അനുഗ്രഹിക്കാനില്ലേ. പൂർണ്ണാഹ പുളിന്ദ്യഃ ഉരുഗായ പദാബ്ജരാഗശ്രീ കുങ്കുമേന ദയിതാസ്തനമണ്ഡിതേന തദ്ദർശനസ്തനരുജസ്തനരൂഷിതേന തദ്ദർശനസ്മരരുജ തൃണരൂഷിതേന ലിംബന്ത്യ ആനനകുചേഷു ജഹുസ്തദാധിം. ഈ കാട്ടിൽ താമസിക്കുന്ന സ്ത്രീകളൊക്കെ അവർക്കൊക്കെ ശരീരത്തിൽ അലങ്കരിക്കൽ ചില ചുമന്ന കല്ലൊക്കെ എടുത്ത് വെള്ളം കൂട്ടി അരച്ച് ശരീരത്തിൽ ഇങ്ങനെ നിറയ്ക്കും. അങ്ങനെയാണ് അലങ്കരിക്കാറ്. എന്നാൽ ലക്ഷ്മി ദേവി സമർപ്പിച്ചിട്ടുള്ള ഭഗവാന്റെ പാദത്തിൽ നിന്ന് വീണ് ആ കുങ്കുമം കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി എന്തിനാ നമുക്ക് പ്രയത്നിക്കണത്, ഇത് മതിയല്ലോ എന്ന് വിചാരിച്ച് അവരതാണ് എടുത്ത് ശരീരത്തിൽ മുഴുവൻ ധരിക്കുന്നത്. എത്ര പുണ്യം ചെയ്തിട്ടുണ്ടാവണം. പൂർണ്ണാഹ പുളിന്ദ്യഃ. അവരുടെ ജീവിതമല്ലേ വാസ്തവത്തിൽ സഫലമായത്. ഇതിനല്ലേ കൃഷ്ണൻ ഈ വനത്തിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കണത് എന്ന് പറയണം. ഗോവർദ്ധനം കണ്ടപ്പോഴേക്കും അവർ പറയാം, ഇതാ ഒരു ഭക്തനെ പോലെ നിൽക്കണു. ഹന്തായ മത്തിരബലാഹ ഹരിദാസവര്യോ ഹരിദാസവര്യഃ. ഇതൊരു ഭക്തശ്രേഷ്ഠനായിട്ട് ഭക്തോത്തമനായിട്ട് നിൽക്കണ കാണില്ല എന്നാണ്. എന്താ അത്? ഭക്തന്മാരെന്ത് ചെയ്യും? സജ്ജനങ്ങൾ വരുമ്പോൾ അവരെ സ്വാഗതം പറഞ്ഞ് സ്വീകരിച്ച് അവർക്ക് വേണ്ട ഇരിക്കാനുള്ള സൗകര്യമൊക്കെ കൊടുത്ത് വിശ്രമിക്കാൻ അതിന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കും. കുഹരതല നിവിഷ്ടം ത്വാം ഗിരിഷ്ഠം ഗിരീന്ദ്രഃ ശിഖികുലനവ കേകാകുഭി സ്തോത്രകാരീ സ്ഫുടകുടജഗദംബസ്തമ പുഷ്പാഞ്ജലിഞ്ച പ്രവിദധത് അനുഭേജേ ദേവ ഗോവർദ്ധനോസൗ. എന്നും നാരായണീയ പാരായണം ഇവിടെ നടക്കണം. വെറും ഭാഗവതത്തിലെ കഥകൾ സംഗ്രഹിക്കൽ മാത്രമല്ല, അതിൻ്റെ സാരം എടുത്തുകൊണ്ടാണ്. ഇവിടെ എത്രയോ ശ്ലോകം കൊണ്ട് പറയുന്ന കാര്യം പ്രധാനമായിട്ട് അവിടെ എടുത്തു. അതാണ് കുഹരതല നിവിഷ്ടം ത്വാം ഗരിഷ്ഠം ഗിരീന്ദ്രഃ. പർവ്വതത്തിന് സ്വാഗതം പറയാൻ കഴിവില്ല. ശിഖിക്കുലെന്നവ കേകാകുഭിസ്തോത്രകാരി. മയിലുകളുടെ ശബ്ദം കൊണ്ട് സ്വാഗതം പറയണു. ഗുഹയാകുന്ന ഗൃഹം കൊടുക്കുന്നു. പുഷ്പങ്ങൾ പഴങ്ങളെല്ലാം കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുന്നു. അങ്ങനെ ഈ സർവ്വതും ദൂരെ നിന്ന് ഭഗവാന്റെ വേണുഗാനം കേട്ടപ്പോഴേക്കും തന്നെ എല്ലാവരും അത് ആസ്വദിച്ച് സർവരും ഭഗവാനെ ഭജിക്കുന്നതായിട്ട് തോന്നിയെന്നാണ്. അപ്പോഴാണ് അവർ
ഈ പക്ഷിമൃഗാദികൾ പോലും ഇങ്ങനെ ഭഗവാനെ ഭജിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യന്മം തന്നിട്ട് ഭഗവാനെ ദാസ്യഭക്തിയിൽ കൂടെ ഭജിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യരാന്ന് പറഞ്ഞിരിക്കുന്നത്? കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരീ നന്ദഗോപസുതം ദേവീം പതിമേ കുരു തേ നമഃ എന്ന് വ്രതനുഷ്ഠിച്ചു. അത്ര ശുദ്ധി വന്നു. ഭഗവാൻ അവസാനം കുറേ ഗോപന്മാരൊത്ത് വരുന്നു. അവർക്ക് ആ ശരീരാഭിമാനം ഇല്ലാതാക്കി അനുഗ്രഹിക്കാം. ഇങ്ങനെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു. ഇതാ കൃഷ്ണൻ വന്നിട്ട് നമുക്ക് നമസ്കരിക്കുക. കയറാൻ നോക്കിയപ്പോൾ ശരീരത്തിൽ വസ്ത്രമില്ല. ശരീരാഭിമാനം അധികമായി എന്നർത്ഥം. ഭഗവാനെ പ്രാപിക്കാൻ പറ്റുമോ? കുറെ കഴിഞ്ഞപ്പോൾ കൃഷ്ണവിചാരം കൊണ്ട് ശരീരം മറന്നു. ശരീരത്തെ ഓർമ്മയില്ലാത്തവർക്ക് വസ്ത്രത്തിൻ്റെ വല്ല പ്രയോജനമുണ്ടോ? അവർക്ക് ആവശ്യമില്ല വസ്ത്രം. കിടന്നുറങ്ങുന്ന ഒരാളെ നല്ലൊരു പട്ട് വസ്ത്രം കൊണ്ട് പുതപ്പിച്ചാലും ഒന്നിനും കൊള്ളരുതാത്ത കീറ തുണി മേത്ത് കൊണ്ടിട്ടാലും ആൾക്കൊരുപോലെയാണ്. കാരണം ശരീരവിചാരമില്ല.